യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ശക്തമായ ഒരു അഭിഷേകം, അഗ്നി അഭിഷേകം, ജീവനേകുന്ന ആത്മാവിൻ്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരുവാൻ, ഇത് കേൾക്കുന്ന എല്ലാവരിലേക്കും, ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഗ്നി അഭിഷേകം കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ലൂക്കാ 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ വലിയൊരു അഭിഷേകം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ നിറയുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ലഭിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ വലിയ ശക്തി, പരസ്യകാല ജീവിതത്തിൽ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ ഈ ലൈവ് ശുശ്രൂഷയിലൂടെ, ബഹുമാനപ്പെട്ട സജിത് ബ്രദറിന്റെ ശുശ്രൂഷയിലൂടെ കടന്നു വരുവാനായിട്ട് വലിയൊരു അഭിഷേകം സ്വർഗം തുറന്ന് വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തിയോടെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ വേദനകളെയും, എല്ലാ ദുഃഖങ്ങളെയും, എല്ലാ രോഗപീഠകളെയും, തീരാവ്യാധികളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. ഈ അഭിഷേകത്തോട് ചേർന്ന് വെച്ചുകൊണ്ട് ശക്തമായി രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 121, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ഈ വലിയ വിശ്വാസത്തോടെ, അബ്രാഹത്തിന്റെ വിശ്വാസത്തോടെ, ശക്തമായ വിശ്വാസത്തോടെ, ദാനിയേലിന്റെ വിശ്വാസത്തോടെ, സിംഹക്കൂട്ടിൽ കിടന്ന് സിംഹത്തിന്റെ വാ പിളർന്ന ആ ദാനിയേലിന്റെ സിംഹക്കൂട്ടിൽ കിടന്ന് ശക്തമായ അഭിഷേകത്തോടുകൂടി പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ സിംഹത്തിന്റെ വാ പൂട്ടി ദാനിയേൽ രക്ഷിച്ച ദൈവം ആ വിശ്വാസത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തിയോടെ അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിക്കാം. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി എന്നിൽ ഇപ്പോൾ കടന്നു വരണമേ. ശക്തിയോടെ കരമടിച്ച് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. 2 മുഖബയർ 8:18, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തകപറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഈ അഭിഷേകത്തോട് ചേർന്നുകൊണ്ട്, ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെ അങ്ങ് കാണണമേ. രോഗപീഠകൾ, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചവർ ഇപ്പോൾ ഇത് ലൈവായിട്ട് കാണുന്നുണ്ട്. അവരെല്ലാം സമർപ്പിക്കാം. കർത്താവിന്റെ വലിയ കരുണ ലഭിക്കുവാൻ 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒറ്റ വിളി വിളിക്കട്ടെ. യേശുവേ, ഉച്ചത്തിൽ വിളിക്കട്ടെ. നിലവിളിച്ച് അന്ധനായ ബർത്തിമേയോസ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യേശു അവന്റെ സ്വരം കേട്ട് അവനെ സുഖപ്പെടുത്തിയതുപോലെ നമ്മുടെ എല്ലാ രോഗപീഠകളെ സമർപ്പിക്കാം. ഏലിയായുടെ ദൈവമേ, ഏലീശായുടെ ദൈവമേ, ഇപ്പോൾ അഗ്നി അയക്കണമേ. ശക്തമായ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. സ്വർഗം തുറന്ന് വ്യാപരിക്കട്ടെ. കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തിയോടെ കരമടിക്കും. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ
കരങ്ങൾ ഉയർത്തിയടിച്ച് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ശക്തിയോടെ അഭിഷേകത്തോടെ വലിയ കൃപ നമ്മിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ച് നമ്മുടെ എല്ലാ മുറിവുകളെയും എല്ലാ വേദനകളെയും സമർപ്പിച്ചുകൊണ്ട് സങ്കീർത്തനം 147:3 അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യും. ഈ വലിയൊരു അഭിഷേകം കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തിയോടെ കരമടിക്കാം. സ്ത്രീകന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്ത്രീകന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ വെക്കണമേ, വചനത്തിന്റെ സാക്ഷിയായി എന്നെ വെക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ. കരങ്ങൾ ഉയർത്തിയടിച്ച് ശക്തിയോടെ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. കരമുയർത്തി മനമുയർത്തി ഒറ്റ വിളി വിളിക്കട്ടെ, യേശുവേ. ശക്തിയോടെ വിളിക്കട്ടെ, അഭിഷേകത്തോടെ വിളിക്കട്ടെ, വിശ്വാസത്തോടെ വിളിക്കട്ടെ, യേശുവേ. ഈ ചൂളയിൽ കിടന്ന 3 യുവാക്കൾ സ്വർഗത്തിലേക്ക് നോക്കി കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ ഇപ്പോൾ എന്റെ വേദനകളിലേക്ക്, എന്റെ ദുഃഖങ്ങളിലേക്ക്, എന്റെ രോഗപീഠകളിലേക്ക്, ഞാൻ അനുഗ്രഹിക്കപ്പെടാത്ത എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരുവാൻ, സ്വർഗത്തിന്റെ ശക്തി കടന്നു വരുവാൻ, ത്രിയേക ദൈവത്തിന്റെ ശക്തി കടന്നു വരുവാൻ ആഗ്രഹിച്ച് ശക്തിയോടെ വിളിക്കട്ടെ, യേശുവേ. വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, ശക്തിയോടെ മടുപ്പ് കൂടാതെ വിളിക്കട്ടെ, തളരാതെ വിളിക്കട്ടെ, യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങൾ അടിച്ച് ശക്തിയോടെ കരമടിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ശക്തിയോടെ എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയും. കരങ്ങൾ ഉയർത്തിയടിച്ച് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ശക്തിയോടെ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.
എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിനു ആരാധന. പിതാവാം ദൈവത്തിനു ആരാധന, പുത്രനാം ദൈവത്തിനു ആരാധന. ആത്മാവാം ദൈവത്തിനു ആരാധന, ത്രിയേക ദൈവത്തിനു ശക്തിയോടെ. പിതാവാം ദൈവത്തിനു ആരാധന, പുത്രനാം ദൈവത്തിനു ആരാധന. ആത്മാവാം ദൈവത്തിനു ആരാധന, ത്രിയേക ദൈവത്തിനു ആരാധന. ആരാധന 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 ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന. ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന്. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തനെ സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവാം ദൈവമേ ആരാധിക്കുന്നു. സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവാം ദൈവമേ ആരാധന, പുത്രനാം ദൈവത്തിനു ആരാധന. ആത്മാവാം ദൈവത്തിനു ആരാധന, ത്രിയേക ദൈവത്തിനു ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ത്രിയേക ദൈവത്തിനു ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏക സ്വരത്തോടെ ശബ്ദമുയർത്തി കരം വിരിച്ചുയർത്തി പിടിച്ചുകൊണ്ട് പിതാവാം ദൈവമേ, പുത്രനായ യേശു കർത്താവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമസ്ത മണ്ഡലങ്ങളെയും കർത്താവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് അർപ്പിച്ചുകൊണ്ട് പരിഭവം പറയാനില്ല നാഥ, സങ്കടം പോലും പറയാനില്ല കർത്താവേ. എന്നെ ഉള്ളതുപോലെ അറിയുന്നവനെ ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് ഇതാ വന്നണയുകയാണ്. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, താതന്റെ തണലല്ലേ എനിക്ക് ബലമായിട്ടുള്ളൂ. എൻ്റെ കർത്താവേ, ഈ ജീവിതത്തിൽ നേടിയതും ഓടിയതും അധ്വാനിച്ചതും കരസ്ഥമാക്കിയതും എന്തെല്ലാം ഉണ്ടെങ്കിലും അങ്ങേക്കാൾ വലുതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇരുകരങ്ങളെയും വിരിച്ചുയർത്തി സമ്പൂർണ്ണ സമർപ്പണത്തോടെ കുരിശിന്റെ ചോട്ടിലോട്ട് നമുക്ക് അടുത്തു വരാം. സഹനത്തിന്റെ തീച്ചൂളയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. സ്വന്തം മകൻ കുരിശിൽ അർത്ഥപ്രാണനായി, തലയിൽ മുൾക്കിരീടധാരിയായി, മുഖത്ത് കാർക്കിച്ച് തുപ്പലേറ്റവനായി, താടിരോമങ്ങൾ പിച്ചിപ്പറിച്ചവനായി, വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടവനായി, ശരീരഭാരം മുഴുവൻ മൂന്നാണിമേൽ തൂക്കപ്പെട്ടവനായി കിടക്കുന്നത് കാണുന്ന ഒരമ്മ എങ്ങനെയാണ് ദൈവത്തെ വിളിക്കുന്നത്? തൻ്റെ മകന്റെ സ്ഥിതി, തൻ്റെ മകന്റെ അവസ്ഥ, ഈ ഒരു അവസരത്തിൽ ഈ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ, അതും ദൈവത്തിന്റെ പേരിൽ സ്വന്തം മകൻ അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയിട്ടും ആ അമ്മയുടെ കണ്ണ് കർത്താവിലുള്ള ആനന്ദത്തിൽ നിന്ന്, പരിശുദ്ധ ദൈവമാതാവിന്റെ ദൃഷ്ടി ഈശോയിലുള്ള പിതാവിലുള്ള ആനന്ദത്തിൽ നിന്ന് മാറിയില്ല. അതാണ് ക്രൈസ്തവ സഹനത്തിന്റെ യഥാർത്ഥ മുഖം. ഹല്ലേലൂയ. നമ്മളത് her son was tortured, Yes. her son was wounded. രക്തച്ചൊരിച്ചിലുമായി സ്വന്തം മകൻ കുരിശിൽ കിടക്കുമ്പോഴും ഒരമ്മ രക്ഷകനിൽ, ദൈവത്തിൽ ആനന്ദിച്ച്, പെന്തക്കോസ്തയുടെ ഒരുക്കത്തിൽ അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ആദ്യം ശിഷ്യന്മാര് പോലും
അവരോട് ഒരുമിച്ച്, ശിഷ്യന്മാരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്. She was also in the upper room along with the 150 disciples. ശിഷ്യരോട് ചേർന്ന് പരിശുദ്ധ അമ്മയും ഇതാ ആ മാളിക മുറിയില്, ഊട്ടുപുരയില്, ഊട്ടുശാലയില് നിൽക്കുകയാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ അല്ലെങ്കിൽ കർത്താവിനെ വിട്ടുപോവാൻ കാര്യങ്ങളും കാര്യകാരണങ്ങളും അന്വേഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് നിൽക്കുക. Most of the time we find reasons to move away from the God, but look at the mother. In spite of all, she has lost everything, but she is there, right there with the disciples to praise him. മകൻ അതിദാരുണമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ her only son was suffering on the cross. ഹല്ലേലൂയ. അമ്മ കുരിശോട് ചേർന്ന്, but still the mother കുരിശോട് ചേർന്ന് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും നമുക്കിന്ന് കർത്താവിന്റെ കുരിശോട് ചേർത്ത് വെക്കാം. Let's come to the cross and put all our difficulties, എല്ലാ നൊമ്പരങ്ങളെയും കുരിശോട് ചേർത്ത് വെക്കാം. all pains, let's put on the cross. എല്ലാ വേദനകളെയും കുരിശോട് ചേർത്ത് വെക്കാം. Every pain that is afflicting, എന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായുള്ളവേ, ഞാൻ അങ്ങയിൽ എന്റെ ആനന്ദം കണ്ടെത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തുതിക്കുവാനായിട്ട് ചില നിമിഷങ്ങൾ ഇരുകരങ്ങളെയും വിരിച്ചുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ എന്റെ രാജാവേ, എന്റെ കർത്താവേ, ഓരോ ശരീരങ്ങളിലേക്ക് വലിയ ദൈവ പ്രവൃത്തി സാക്ഷ്യങ്ങളായിട്ട് മാറട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളായിട്ട് മാറട്ടെ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവെന്നും യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമെന്നും ഞാൻ വിശ്വസിക്കുകയും ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. യേശുവേ രക്ഷക, എന്റെ ദൈവമേ, കർത്താവേ, നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ, നാഥനേ, യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ രക്ഷിതാവും എന്റെ ജീവിതത്തിന്റെ കർത്താവും എന്റെ ജീവിതത്തിന്റെ ദൈവവുമായി ഞാൻ വിശ്വസിക്കുകയും ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, ഞാനങ്ങയെ സ്തുതിക്കുകയും ഞാനങ്ങയെ ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങയേക്കാൾ വലുതായിട്ട് എനിക്കൊന്നും നേടാനില്ല എന്നും ഈ ജീവിതത്തിൽ എനിക്ക് കണ്ടെത്താവുന്ന ഏറ്റവും വലിയ സമ്പത്ത് യേശുവാണെന്നും ഉള്ള തിരിച്ചറിവോടെ നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഏറ്റുപാടാം. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരുപാട് രോഗികൾ ഈ സമയത്ത് സുഖം പ്രാപിക്കട്ടെ. യേശു കർത്താവാണെന്നും സഹനത്തിന്റെ തീച്ചൂളയിൽ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ദൈവമാണെന്നും ഒരു പ്രത്യേകമായ
അഭിഷേകത്തിന്റെ ശക്തി ഞാൻ വിശ്വസിക്കുന്നു, എല്ലാ മക്കളുടെ മേലും വ്യാപിക്കട്ടെ. ഞാൻ പ്രഖ്യാപിക്കുന്നു, സർവശക്തനായ ദൈവം യേശുവേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി രക്ഷക എല്ലാ മനസ്സുകളെയും സ്വാധീനിക്കണം. കർത്താവേ എല്ലാ ശരീരങ്ങളെയും തൊടണമേ. നാഥനേ വചനത്തിന്റെ ശക്തിയെ പകരണമേ. യേശുവേ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ പകരണമേ. രക്ഷക രക്ഷയുടെ സന്തോഷത്താൽ നിറയ്ക്കണമേ. കർത്താവേ നാഥനേ ഹല്ലേലൂയ. Hallelujah. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ ഉച്ചസ്വരത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ വലിയ അത്ഭുതങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവമേ, ഏത് കൃപയാണോ കടന്നുപോകുന്ന ജീവിത സഹന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ പരിശുദ്ധ അമ്മയുടെ മേൽ വർഷിക്കപ്പെട്ടത്, അതേ കൃപയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ ഞങ്ങൾ സർവശക്തനായ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും എന്ന് സ്വർഗീയ മാലാഖയോട് ചോദിച്ച ചോദ്യത്തിന് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവഹിക്കുമെന്ന പദം കൊണ്ട് ഉത്തരമറിയിച്ചതുപോലെ ജീവിതത്തിൽ കടന്നു പോകുന്ന വഴികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ യാതൊരു ഊഹവുമില്ലാതെ പകച്ചു നിൽക്കുന്ന ആയിരങ്ങളുണ്ട്, പതിനായിരങ്ങളുണ്ട് നാഥ. ഇന്ന് എല്ലാ ഹൃദയങ്ങളിലേക്കും വചനത്തിന്റെ ശക്തി വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് തന്നെ എല്ലാവരെയും സ്പർശിക്കണം. Hallelujah. പരിശുദ്ധ അമ്മയുടെ മേൽ വന്ന അതേ കൃപ ഞങ്ങളുടെ എല്ലാവരുടെ മേലും വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ലൈവായിട്ട് ശുശ്രൂഷ അനുഭവിക്കുന്നവരുണ്ട്. ചങ്ങനാശ്ശേരി പലാത്തറയിലേക്ക് ഈ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വചനം ജഡമായി തീർന്ന സർവശക്തനായ ദൈവത്തിന്റെ പുത്ര എല്ലാ മനസ്സുകൾക്കും ആശ്വാസവും കുളിർമയും സൗഖ്യവും സമാധാനവും സന്തോഷവും പകരണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. Hallelujah. സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതി. ഇരിക്കാൻ പറയാം. യേശു കർത്താവാണെന്ന്, യേശു എന്റെ രക്ഷകനാണെന്ന്, That Jesus is my Savior and Jesus is my യേശു Lord. എന്റെ നാഥനാണെന്ന് That He is my Lord. ഞാൻ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. When I confess and I believe. ഹല്ലേലൂയ. Hallelujah. ഓരോ ദിവസവും കർത്താവ് ചെയ്യുന്ന വലിയ ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യങ്ങളെ കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. We are thankful to God when we hear all the miracles, testimonies that happen in people's life. നമ്മുടെ 9847389389 പ്രാർത്ഥന ലൈനില് അയച്ചു തരുന്ന സാക്ഷ്യങ്ങള് ഞായറാഴ്ച ലൈവിൽ അറ്റൻഡ് ചെയ്ത് ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ വാട്സാപ്പ് നമ്പർ ചെക്ക് ചെയ്തപ്പോൾ സിസ്റ്റർ ഷേർലിയുടെ സാക്ഷ്യം, ന്യൂസിലാൻഡിൽ നിന്ന് സിസ്റ്റർ ഷേർലിയുടെ സാക്ഷ്യം ഞാൻ കേൾക്കുകയായിരുന്നു. There's a testimony from Shirley from New Zealand. ഞാനൊരു മെസ്സേജ് ഇട്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. അന്നേരം ബ്രദർ എന്നെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. നമ്മൾ സംസാരിച്ച് എൻ്റെ ഒരു സർജറി, യൂട്രസിൻ്റെ സർജറിയുടെ ഇത് പറഞ്ഞു. ബ്രദർ അന്നേരം തന്നെ പ്രാർത്ഥിച്ച് ബ്രദർ എന്നോട് പറഞ്ഞായിരുന്നു ഇനി ആ സർജറിയുടെ ആവശ്യമില്ലെന്ന്. പ്രൈസ് ദ ലോർഡ്. ഒത്തിരി സന്തോഷമായി. ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഡോക്ടറിനെ ഇൻഫോം ചെയ്തു എനിക്ക് ഓപ്പറേഷൻ വേണ്ടെന്നും പറഞ്ഞ്. പിന്നെ ഞാൻ ആ ഒരു
ടെസ്റ്റിമണി മെഡിക്കലി പ്രൂവൻ ചെയ്തില്ല അത് ഒഫീഷ്യലി പറയാന്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒരു 10-15 കുടുംബങ്ങൾക്കെങ്കിലും ഞാൻ ആ ടെസ്റ്റിമണി അന്നേരം തന്നെ ഈ 2-3 ദിവസം കൊണ്ട് വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ബ്രദറിൻ്റെ നൈറ്റ് വിജില് ഷാലോം TV-യിലെ ആ നൈറ്റ് വിജിലിൻ്റെ വീഡിയോ ബ്രദറിനെ പരിചയമില്ലാത്തവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. അവരോട് അത് കാണാനും പ്രാർത്ഥിക്കാനും ആയിട്ട് സിസ്റ്റർ ഷേർലി സൗഖ്യമായതിൻ്റെ സാക്ഷ്യം മെഡിക്കലി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 2ാമത് അയച്ചിട്ട് ഇന്ന് ലൈവിൽ മാത്രം ഏകദേശം അവരുടെ സാക്ഷ്യം നിമിത്തം മാത്രം ഇന്ന് ഷേർലി പറഞ്ഞിട്ട് ലൈവിൽ അറ്റൻഡ് ചെയ്യുന്ന രോഗികളുണ്ട്. After hearing the testimony of Shirley, there are many people who are just attending this worship in life. അനേകരുടെ ജീവിതത്തില് കർത്താവ് ചെയ്ത ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യങ്ങൾ മൂലം ആ സാക്ഷ്യം മറ്റൊരാളോട് പറഞ്ഞിട്ട് ഈ ലൈവിൽ എൻ്റെ അത്ഭുതം എന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരുണ്ട്. നിങ്ങളെ വളരെ പ്രതീക്ഷയോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. So there are people who are waiting after listening to this testimony that they are also getting healed and they are just waiting for their turn also. നമുക്കറിയാം ഇന്നത്തെ വായനക്രമത്തിൽ രാവിലെ പള്ളിയിൽ പോയവർക്കും കുർബാന പങ്കെടുത്തവർക്കും സ്വീകരിച്ചവർക്കും ഒക്കെ അറിയാം 25-ാം അധ്യായം വിശുദ്ധ മത്തായി സുവിശേഷം. Today's reading is from Matthew chapter 25 verse 31. അവസാന വിധി എന്ന് പറയുന്ന പാരഗ്രാഫില് അതായത് 25-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളുടെ ഭാഗങ്ങളാണ്. Matthew 25 verse 31 to 46. ഈ ഭാഗങ്ങളിൽ നിന്നുള്ള വായനയിൽ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ റീഡിങ് വായിക്കാനായിട്ട് വിശേഷിച്ച് ഓർമ്മിക്കുകയാണ്. Before you go to sleep, you go home and read all this 31 to 46. ഈ ഡെയിലിയുള്ള റീഡിങ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഇന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ 15-ാം അധ്യായത്തിൽ നിന്നാണ് 3rd റീഡിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ റീഡിങ്ങുകൾ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഇതിന്റെ ഐഡിയ ആശയം നമുക്ക് ലഭിക്കാനിട വരും. If you read according to the what's written, you know, it's first Ezekiel 34, then 1 Corinthians 15, and then comes to this Matthew chapter 25. Then you get a continuous idea. ഇത് നമുക്കറിയാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23, 24, 25 അധ്യായങ്ങളിൽ 3 അധ്യായങ്ങളിൽ ഒറ്റ വിഷയമാണ് വിശദീകരിക്കുന്നത്. In Matthew chapter 23, 24 and 25, it's one subject that Jesus is describing. ഈശോയെ സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ സന്തോഷം, the joy that those who have received Jesus, ഈശോയുടെ കൂടെ ജീവിക്കുന്നവർക്കുള്ള വലിയ പ്രമാദമായ ആനന്ദം, the joy that you gain when you live along with Jesus, ഈശോയെ കിട്ടാത്തവർക്ക് അല്ലെങ്കിൽ ഈശോയെ അനുഭവിക്കാത്തവർക്ക് ലഭിക്കുന്ന വലിയ നഷ്ടം, those who don't receive Jesus and what they miss in their life. ഇത് രണ്ടുമാണ് ഈ ഭാഗങ്ങളിൽ മുഴുവൻ 23, 24, 25 അധ്യായങ്ങൾ മുഴുവൻ വിശദീകരിച്ചിരിക്കുന്നത്. That's been described in chapter 24, 23, 24 and 25. ഇവിടെ 2 കോണ്ടെക്സ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് യഹൂദരുടെ മേൽ വരുന്ന പർട്ടിക്കുലർ ജഡ്ജ്മെന്റ്. There's 2 contexts here. One, the judgment that is going to come upon the Jews. അത് ദേവാലയ തകർച്ചയോടും AD 70 നടന്ന ന്യായവിധിയോടും ഒക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. It's according to the destruction of the temple according in AD 70s onwards. അപ്പോൾ തന്നെ അവസാന വിധി എന്ന് പറയുന്ന 31-ാം വാക്യത്തിൽ വരുന്ന 31 മുതലുള്ള വാക്യങ്ങൾ വരുന്ന 2ാമത്തെ കോണ്ടെക്സ്റ്റ് നമുക്ക് കാണാം. The second context is the last judgment from verse 31 onwards. എല്ലാ ജനതകളും അവന്റെ മുമ്പിൽ കൂട്ടപ്പെടുമെന്ന് പറയുന്ന where all the people will be gathered in front of him. 32ാമത്തെ വാക്യം മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന് 32ാമത്തെ വാക്യം നോക്കാം. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരുടെയും മഹത്വത്തോടെ എഴുന്നള്ളുമ്പോൾ അവന്റെ മുമ്പിൽ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടരാകും. അവൻ തന്റെ മുമ്പിൽ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടരാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതയും ഒരുമിച്ച് കൂടും. And when the Son of Man will arrive in his majesty and all the angels with him, then he will sit upon the seat of his majesty, and all the nations shall be gathered together before him. ജൂസിന്റെ മേൽ വന്ന ജഡ്ജ്മെന്റ് നമ്മൾ കണ്ടതാണ്. We have seen the judgment that came upon the Jews. എല്ലാ ജനതയുടെ മേലും വരുന്നതായിട്ട് വിശദീകരിക്കുന്ന വേറൊരെണ്ണമാണ്. Then is the one the judgment is coming upon all nations. ഇടയൻ ചെമ്മരിയാടുകളെയും 25-32 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ, just as a shepherd separates the sheep from the goats. ഈ ഒരു അധ്യായത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ 2 പദപ്രയോഗമാണ്. In this chapter you have to concentrate on this particular verse, sheep and goats. ചെമ്മരിയാടുകളും കോലാടുകളും. Sheep and goats.
ആടിനെ വളർത്തിയൊക്കെ ശീലമുള്ളവർക്ക് ഒരു പക്ഷേ അവർക്ക് പോലും അറിയത്തില്ലാത്ത രണ്ട് ടേമാണ് ഈ ചെമ്മരിയാടും അല്ലെങ്കിൽ കോലാടും എന്ന് പറയുന്നത്. Those who are bringing up sheep, they may not understand what is this goats. നമ്മുടെ ഇടയിൽ ഈ കോലാടും ചെമ്മരിയാടൊന്നും ഇല്ല. In our midst there is no sheep and goats. എന്നാൽ ഇടയന്മാരുടെ യഹൂദ പശ്ചാത്തലത്തിൽ ഈ രണ്ട് ആടുകളുണ്ട്. But in the context of the Jews at those times there is these sheep and goats. ഒന്ന് ചെമ്മരിയാടാണ്, രണ്ടാമത്തേത് കോലാടാണ്. One is sheep and the other one is goats. ഈ കോലാട് എന്ന് പറയുന്നത് ഇടയന്റെ കീഴിൽ വളരുന്ന ആടല്ല. The goats is not one is coming under the shepherd. എന്നാൽ ചെമ്മരിയാട് എന്ന് പറയുന്നത് ഇടയന്റെ കീഴിൽ വളരുന്നയാണ്. But the sheep they are under the control of the shepherd. കാട്ടിലും മേട്ടിലും ഒക്കെ ഓടി നടക്കുന്ന തന്നിഷ്ടപ്രകാരം കെട്ടുകയറില്ലാതെ അല്ലെങ്കിൽ നയിക്കാൻ ഇടയനില്ലാതെ നിയന്ത്രിക്കാൻ ആളില്ലാതെ തോന്നുന്നിടത്ത് പോയി തോന്നുന്നിടത്ത് കഴിച്ച് തോന്നുന്നത് പോലെ ജീവിക്കുന്ന ആളാണ് ആടാണ് കോലാട്. The sheep is the one who has got no control and who moves here and there wandering in the wilderness without any shepherd. ഇടയന്റെ ശബ്ദം അറിയില്ല. It doesn't hear the voice of the shepherd. ഇടയന്റെ കൂടറിയില്ല. It doesn't know the hiding place. മറ്റ് ചെമ്മരിയാടിനെ പോലെ മറ്റ് ആടുകളുമായുള്ള സഖിത്വമില്ല, കൂട്ടമായി സഞ്ചരിച്ചുള്ള പരിചയമില്ല, ഇൻഡിപെൻഡന്റ് ആണ്, ഒറ്റയ്ക്കുള്ള യാത്രയാണ്. It doesn't move along with the other sheep, it walks independently. നിയന്ത്രണങ്ങളില്ലാത്ത സ്വതന്ത്ര ജീവിതത്തിന്റെ ഉടമയാണ് ഇവിടെ പറയുന്ന കോലാട്. No control over himself, he moves just like that. എന്നാൽ ചെമ്മരിയാട് അങ്ങനെയല്ല. But the sheep are not like that. ചിട്ടയായ ക്രമീകരണത്തിൽ വിധേയപ്പെട്ടിരിക്കുകയാണ്. They go according with the controller. ഇടയന്റെ കീഴിലാണ്. They are under the control of the shepherd. ഇടത്തോട്ട് തിരിയണ ഇടയന്റെ അനുവാദം, വലത്തോട്ട് തിരിയണ ഇടയന്റെ അനുവാദം. If you want to turn to the right or the left, they have to get the command of the shepherd. തോന്നുന്ന പോലെ നടക്കാൻ കഴിയുകയില്ല. Cannot walk according to their own wits. ഇന്ന് ഈ ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ ഇടയന്റെ കീഴിലുള്ള ചെമ്മരിയാടാണോ അതോ തോന്നുന്ന പോലെ നടക്കുന്ന കോലാടാണോ? By the time this worship is over, you have to ask, are you under the shepherd as a sheep or as a goat wandering independently? ഇതിപ്പോ വേർതിരിയുകയില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. It's not going to be separated right now. ഇപ്പൊ ഇടയന്റെ കീഴിലുള്ള ചെമ്മരിയാടും ഇടയന്റെ കീഴിലല്ലാത്ത കോലാടും എല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു സമയമാണ്. Right now the sheep is under the shepherd and also the goats, not even though not under the shepherd, is moving together. രണ്ടും ആടാണ്. Both are sheep. ആട് നടക്കുന്ന പോലെ തന്നെയാണ് ചെമ്മരിയാടും കോലാടും നടക്കുന്നത്. They are walking as sheep as both goats. രണ്ടും കഴിക്കുന്നത് പുല്ലാണ്. They eat the same food. രണ്ടും മല കയറും. They will climb the mountains. രണ്ട് രീതിയിൽ പരിശീലിപ്പിക്കപ്പെട്ടവരാണ്. പക്ഷെ നോട്ടത്തിലും ഭാവത്തിലും ഒന്നും വലിയ They have വ്യത്യാസങ്ങളില്ല. been trained in two different types. ഒരേപോലെ കരയും, They cry, ഒരേപോലെ പ്രാർത്ഥിക്കും, they pray similarly, ഒരേപോലെ സ്തുതിക്കും, they worship the same, ഒരേപോലെ സ്തുതിപ്പിക്കും, they make others also worship, ഒരേപോലെ പ്രസംഗിക്കും, they speak, ഒരേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യും. they translate the same. കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏതാണ് ഈ ആട്, ഏതാണ് ഈ കോലാട്? It's difficult to identify It's them. very difficult, very very difficult. Hallelujah. പക്ഷെ ഇത് വേർതിരിയുന്ന എവിടെയാണെന്നറിയാമോ? Where's been separated? മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരുടെ കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ തന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. Hallelujah. When the Son of Man will have arrived in his majesty and all the angels with him, then he will sit upon the throne. At that time the nations shall be gathered together before him. എല്ലാ ജനതകളും തന്റെ മുമ്പിൽ All ഒരുമിച്ച്. nations will come before him. ഹല്ലേലൂയ. Hallelujah. ഒരുമിച്ച് കൂടുകയാണ്. They are coming together. അവിടെയാണ് തമ്മിൽ വേർതിരിവ് വരുന്നത്. It's a gathering there and there the separation comes. 25 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവൻ അവരെ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലത്തുവശത്തും കോലാടുകളെ തന്റെ ഇടത്തുവശത്തും നിർത്തും. Then the king he will separate the sheep to the right and the goats to the left. അനന്തരം രാജാവ് വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവരുടെ എന്റെ പിതാവിൻ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോക സ്ഥാപനം മുമ്പ് നിങ്ങൾക്ക് സജ്ജീകരിച്ചിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുമീൻ. എന്നാൽ എനിക്ക് വിശന്നു. വിഷയത്തിലേക്ക് പോവുക. And then the king shall say to them, amen, I say to you, whenever you did this to one of these, the least of my brothers, you did it for me. വലതുവശത്തോരോട് പറയുക, പിതാവ് സജ്ജീകരിച്ചിരിക്കുന്ന രാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് പോകും. To the sheep on the right side, say, enter into the joy of the kingdom. അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവീൻ. You are blessed, you enter into
The kingdom that's been prepared for even before the foundations of the world. എന്തുകൊണ്ടാണ് വലതുഭാഗത്തുള്ളവരോട് രാജ്യം അവകാശപ്പെടുത്താൻ പറഞ്ഞത്? Why did he say to the one on the right side, enter into എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. because when I was hungry, you fed എനിക്ക് me. ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ I തന്നു. was thirsty, you gave me ഞാൻ drink. പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. I was wandering, but you ഞാൻ received me. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ I ഉടുപ്പിച്ചു. was naked, but you. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. I was sick, but you visited me. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ എടുത്തു വന്നു. I was in the prison, you visited me there. അപ്പോൾ നീതിമാന്മാർ അവനോട് മറുപടി പറയും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവരായി കണ്ടതെപ്പോൾ, ദാഹിക്കുന്നവരായി കണ്ടതെപ്പോൾ, നഗ്നനായി കണ്ടവരെപ്പോൾ, പരദേശിയായി കണ്ടതെപ്പോൾ, നഗ്നനായി ഉടുപ്പിച്ചതെപ്പോൾ. Then they will say, when did this happen? നിന്നെ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ സന്ദർശിച്ചത് എപ്പോൾ? When did we visit you when we were in the prison? 40-ാമത്തെ വചനം ശ്രദ്ധിക്കൂ. അനന്തരം 40 രാജാവ് മറുപടി പറയും, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. When you did this to the least of your brethren, you did this to me. 40-ാമത്തെ വചനം കുറിക്കൊള്ളണം. തറച്ചു കയറണം നമ്മിലെ. You should go into your heart. The verse 40. നമുക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കണം. It may bring a lot of discomfort for us. പിടിച്ചുലക്കണം നമ്മെ. You should be shaken with that. ദൈവസേവ. Hallelujah. മനുഷ്യ സേവ. Serving God and serving man. ദൈവസേവ. Serving God. ഞാൻ ദൈവത്തെ സേവിച്ചോളാം. I'll serve only God. എനിക്ക് മനുഷ്യനെ സേവിക്കണ്ട. I don't want to serve man. ഞാൻ ദൈവത്തിന്റെ ദാസനായേക്കാം. I am the servant of the Lord. എനിക്ക് മനുഷ്യന്റെ ദാസനാകണ്ട. I don't want to be the servant of man. മനുഷ്യന്റെ ദാസനാകാതെ ദൈവത്തിന്റെ ദാസനാകാൻ കഴിയുകയില്ല. Unless you become the servant of the man, you cannot become servant ദൈവത്തിന്റെ of the Lord. ദാസനാകാതെ മനുഷ്യന്റെ ദാസനാകാൻ Unless കഴിയുകയില്ല. you become servant of the Lord, you cannot become the servant of the man. കർത്താവ് പറയുന്നു, ഞാൻ നഗ്നനായിരുന്നു. God is telling, I കർത്താവ് was naked. പറയുന്നു, ഞാൻ I was കാരാഗ്രഹത്തിലായിരുന്നു. in the prison. കർത്താവ് പറയുന്നു, ഞാൻ I പരദേശിയായിരുന്നു. was a stranger. കർത്താവ് പറഞ്ഞു, ഞാൻ ദാഹിച്ചിരുന്നു. I was thirsty. കർത്താവ് പറയുന്നു, ഞാൻ I നഗ്നനായിരുന്നു. was naked. ഇതിന് ഓരോന്നിനും അർത്ഥമാണ്. Everyone has got its own literal ഒരു meaning. മനുഷ്യന് വരാവുന്ന എല്ലാ മുഖങ്ങളും ഇവിടെയുണ്ട്. It's all the things which can happen, different faces നിങ്ങൾ of people. നഗ്നരാകാൻ സാധ്യതയുണ്ട്. You can become naked. നിങ്ങൾ കാരാഗ്രഹത്തിലാകാൻ You can be in സാധ്യതയുണ്ട്. prison. നാം പരദേശികളാകാൻ You സാധ്യതയുണ്ട്. can be stranger. നമുക്ക് വിശക്കാൻ You സാധ്യതയുണ്ട്. can be hungry. ഒരു ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങൾ. ഇതാണ് എനിക്ക് ബൈബിളിനോടുള്ള സ്നേഹവും പ്രണയവും. It covers the entire aspect of your ഒരു life. മനുഷ്യന്റെ സമസ്ത മണ്ഡലങ്ങളെയും വചനം It സ്പർശിക്കും. counters the entire aspect of a human life. എന്നിട്ട് പറയാം, നിങ്ങൾ എനിക്ക് ചെയ്തില്ല. You did not do this. അവര് പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ കണ്ടില്ലല്ലോ. They were saying, we did not what we did. നീതിമാന്മാരോട് പറയുക, പിതാവിന്റെ സന്തോഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവേ. To the righteous he is saying, enter into the joy of the കാരണം Lord. നിങ്ങൾ എനിക്ക് തന്നു. Because you gave. അവര് പകച്ചു നിൽക്കുക. They were stunned. കർത്താവേ, അങ്ങയെ ഞങ്ങൾ നഗ്നനായി കണ്ടില്ല. We did not see you as അങ്ങ് naked. ഞങ്ങളുടെ അടുക്കൽ വന്നപ്പോഴെല്ലാം നല്ല വസ്ത്രം ധരിച്ചാ When you വന്നേ. came to us, you were all clothed. അങ്ങ് വിശന്ന് കണ്ടിട്ടില്ല. I have not seen you hunger. അങ്ങേക്ക് വിശന്നപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ആഹാരം ഉണ്ടാക്കി When you കഴിച്ചത്. were hunger, we all ate together. അങ്ങ് പരദേശിയായി ഞങ്ങൾ കണ്ടിട്ടില്ല. I have not seen you as a stranger. വലതുഭാഗത്ത് പ്രമാദത്തിലേക്ക് സന്തോഷത്തിലേക്ക് പ്രവേശിച്ചവരോട് പറയുകയാണ്, എളിയവന് കൊടുത്തപ്പോൾ ചെയ്തത് എനിക്കാണ്. And those who are standing on the right side said, when you did this to the എന്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. when you did this to the least of your brethren, you did all that to me. എന്റെ ലീസ്റ്റിന് നിങ്ങൾ ചെയ്തപ്പോൾ. When you did to the least. But think about when you are doing something to my best, how I will consider. Hallelujah. നിങ്ങൾ ചെറിയ എളിയവന് വേണ്ടി നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി എത്ര അധികം എന്റെ ചെയ്തു. എളിയവനെ നിങ്ങൾ ആദരിച്ചപ്പോൾ അത് എനിക്കാ കിട്ടിയെങ്കിൽ എന്റെ ശ്രേഷ്ഠനെ നിങ്ങൾ ആദരിച്ചാൽ എനിക്ക് എത്രയധികം കിട്ടും. When you honor the least, then how much more when you honor my saints, how much more Your you get. least is least for you, but he is not last for me, he is best for me. നിങ്ങൾ ഏറ്റവും ചെറിയവൻ, അവൻ ഏറ്റവും ചെറിയവനല്ല, അവൻ ഏറ്റവും വലിയവനായിരിക്കും. അവൻ എനിക്ക് ഏറ്റവും വലിയവൻ. He is the greatest for me. Hallelujah. That's why in the kingdom he says, those who are least in the kingdom. അതെ ദൈവരാജ്യം വരുമ്പോൾ അതാണ് ചെറിയവൻ വലിയവനാകുന്നു. കാരണം he is in the kingdom.
That is the principle of the kingdom. Yeah, ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ അതാണ്. ചെറിയവൻ വലിയവനാകുന്ന ഏകരാജ്യം ദൈവരാജ്യം. The least who becomes greatest in, that is the world kingdom. ചെറിയവൻ ചെറിയവനായി അവസാനിക്കുന്ന രാജ്യം ചെറിയവൻ വലിയവനാകുന്ന ഏകരാജ്യം ദൈവരാജ്യം. Least remaining as the least is the world, and least remaining becoming the greatest is the kingdom. നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. You clothed me. അങ്ങേ ഞങ്ങൾ ഉടുപ്പിച്ചിട്ടില്ല. When we did that, അവന് ചെയ്തപ്പോ എനിക്കാ ചെയ്തത്. when you did that to your least അവന് neighbor, ചെയ്യാതിരുന്നപ്പം എനിക്കാ ചെയ്യാതിരുന്നത്. when you did not do that to him, you did not do it to അപ്പൊ me. ദൈവത്തിന് ചെയ്യാൻ എന്നാ വഴി? So what is the thing? What is the way to do to God? ദൈവത്തിന് ചെയ്യാൻ എന്നാ വഴി? What can God do? ദൈവത്തിന് ചെയ്യാൻ എന്നാ വഴി? How can we do something for God? Yeah. How can you do something for God? ദൈവത്തിന് എങ്ങനെയാണ് ചെയ്യാൻ പറ്റും? How can you do something for the God? നമ്മൾ എല്ലാവരും അന്വേഷിക്കുക, ദൈവത്തെ എനിക്ക് എങ്ങനെ പ്രസാദിപ്പിക്കാം, ദൈവത്തെ എനിക്ക്. We are all saying, how can I please God? ദൈവത്തിന് ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യന് ചെയ്താൽ മതി. If you want to please God, you do something to the least, to the people. രണ്ടാമത്തെ കൂട്ടരോട് പറയുക, ഇടത്ത് ഭാഗത്താണ് അവർ നിൽക്കുന്നത്. The second group on the left side is saying, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശന്നോ, ദാഹിച്ചോ, പരദേശിയോ, നഗ്നനായോ, ഒരു നഗ്നരോഗിയായോ, കാരാഗ്രഹത്തിലോ കഴിയുന്നവനായി കണ്ടത് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? when we did not do this to you. 45ാമത്തെ വാക്യം മറുപടി പറയാൻ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അവർ നിത്യശിക്ഷയിലേക്ക്, നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. They shall go into the eternal punishment, but the just shall go into the eternal life. Hallelujah. മത്തായി സുവിശേഷം 25ാം അധ്യായത്തിന്റെ 31 മുതലുള്ള ഈ വാക്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ വിശ്വാസം മാത്രം മതി, പ്രവൃത്തിയേ വേണ്ട. പ്രവൃത്തിയിലല്ല ദൈവം മനുഷ്യനെ സ്വീകരിക്കുന്നത് എന്ന ചിന്തയിൽ നിന്ന് എനിക്കൊരിക്കലും ഒരു പുനർവിചിന്തനത്തിന്റെ ആവശ്യം വരികയില്ലായിരുന്നു. Without this scripture in verse 25, you cannot. There's faith by works is also there, not alone by believing. Not by faith alone. It's not faith alone. വിശ്വാസം മൂലം മാത്രമല്ല. Salvation is not by faith alone. രക്ഷ വിശ്വാസം മൂലം മാത്രമല്ല. It's not by just faith alone. ഈ വാക്യങ്ങളിൽ എവിടെങ്കിലും ഇവർ വിശ്വസിച്ചില്ല എന്നിവരെ കുറ്റം പറയുന്നുണ്ടോ കർത്താവ്? In none of these verses he is telling them that you did not believe. 31 മുതൽ 46 വരെ വിശുദ്ധ മത്തായി സുവിശേഷം 25 വായിച്ചു നോക്ക്. ഒരൊറ്റ ഭാഗത്ത് പോലും അവരെ കുറ്റപ്പെടുത്തിയില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവാണ്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ല, നിങ്ങൾ കർത്താവായ അവനെ കൈക്കൊണ്ടില്ല, നിങ്ങൾ അവന്റെ നാമത്തെ ഏറ്റുപറഞ്ഞില്ല, നിങ്ങൾ. ഇതൊന്നുമല്ല അവർ ചെയ്ത അപരാധം. അവർ ചെയ്ത അപരാധവും അവർ നഷ്ടപ്പെട്ടവരാകുവാൻ കാരണവുമായി തീർന്നത് രക്ഷയുടെ പ്രവൃത്തിയിൽ അവർ സഹകരിച്ചില്ല. Hallelujah. They were lost because they did not partnership in the works of faith. They did. Say the main complaint against them is not that they did not receive Jesus Christ as their Lord and their Savior. അവരെ കുറിച്ച് പറഞ്ഞ കുറ്റം അവർ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചില്ല എന്നുള്ളതല്ല. No, it's not that. Not a single verse is there in that Matthew chapter. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25ാം അധ്യായത്തിന്റെ 31ാം വാക്യം മുതൽ 46ാം വാക്യം വരെ നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിച്ചവരും നിത്യശിക്ഷയിലേക്ക് പ്രവേശിച്ചവരെയും തരംതിരിക്കുന്ന ഒരു ഭാഗത്ത് പോലും ആവർത്തിച്ച് സുവിശേഷത്തിന്റെ എഴുത്തുകാരൻ പറഞ്ഞിട്ടില്ല ഇവർ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത കുറ്റം കൊണ്ടാണ് സന്തോഷത്തിലേക്കോ നിത്യശിക്ഷയിലേക്കോ പോയത്. Then what was the thing which separated them? എന്താണ് ഇവരെ തമ്മിൽ വേർതിരിച്ച ഘടകം? That was faith by works. അവിടെയാണ് വിശ്വാസവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ഒരു വ്യക്തിയുടെ രക്ഷയെ ബാധിക്കുന്നത് നാം മനസ്സിലാക്കും. You may say that Jesus Christ is my Lord and my Savior. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം യേശുവാണ് എൻ്റെ ജീവിതത്തിന്റെ കർത്താവും രക്ഷിതാവും. That's only one aspect of the coin. അതൊരു നാണയത്തിന്റെ ഒരു വശം മാത്രമാണ്. Just imagine, we were also goats. നാം ഓരോരുത്തരെയും ദൈവികതയിലേക്ക് വിളിച്ചിരിക്കുകയാണ്, ദൈവത്വത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. Once upon a time we were also goats. നമ്മളെല്ലാരും ഒരു സമയത്ത് കോലാടുകളായിരുന്നു. But the grace of God came.
കോലാടുകളായിരുന്ന നമ്മിലേക്ക് ദൈവത്തിന്റെ കരുണ ഇറങ്ങി വന്നു. We were sinners, നമ്മൾ പാപികളായിരുന്നു, lost, നഷ്ടപ്പെട്ടവരും ഏകാന്തചിത്തരുമായിരുന്നു. but the love of God came and captured your heart. കർത്താവിന്റെ കരുണ നമ്മെ തേടി വന്ന് നമ്മെ പിടിച്ചടക്കി. And we became sheep under the shepherd. കോലാടായിരുന്ന നമ്മള് ആടുകളായി ഇടയന്റെ കീഴിൽ. But once you become a sheep, നമ്മള് ഇടയന്റെ കീഴിലെ ആടുകളായി മാറും. you are not supposed to look people and separate them as sheep and goat. നമ്മൾ ഇടയന്റെ കീഴിലെ ആടുകളായി മാറുമ്പോ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഇച്ചിരി കൊള്ളാത്ത വാക്ക്, ഒരു സൂക്കേടുണ്ട്, അത് പറയാമോ? Oh, yeah. നമ്മുടെ ഇടയന്റെ കീഴിലെ ആടാകുന്നതോടെ നമുക്ക് വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അസുഖമുണ്ട്. എന്നതാ അസുഖം എന്നറിയാമോ? നമ്മൾ ഇനി വിധി അങ്ങ് തുടങ്ങും. നീ കോലാടാടാ, ഞാൻ ആടാടാ, നീ കോലാടാടാ, നിന്റെ ആ പ്രവൃത്തി കൊണ്ട് നീ കോലാടാടാ, നിന്റെ ഈ പ്രവൃത്തി കൊണ്ട് നീ കോലാടാടാ, എന്നെ നോക്കടാ, ഞാൻ ഇടയനാടാ. You are not the judge here. നാം വിധിക്കുവാൻ വിധികർത്താവല്ല. No one has given us the right to judge people. നമ്മെ ആരെയും വിധിക്കാനുള്ള വിധികർത്താവായി മാറാനുള്ള വിളി ദൈവം നമുക്ക് തന്നിട്ടില്ല. Because we were sinners, നമ്മൾ പാപികളായിരുന്നു. the grace came, നമ്മുടെ മേൽ ദൈവത്തിന്റെ കരുണ വന്നു. you received Jesus Christ, യേശുവിനെ നമ്മൾ you സ്വീകരിച്ചു. became a sheep, യേശു നമ്മെ സ്വീകരിച്ചു. and now when you look at them, നമ്മൾ ഇന്ന് വേറൊരു തരത്തിൽ നോക്കിയിട്ട്, you are not supposed to see them as sheep or ഓ goat. നമ്മൾ ഇനി അവരെ ഇടയൻ, നീ ആടാണോ കോലാടാണോ എന്ന്. This is the point where we need more clarification or more addings. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. See, I am called as a sheep. Okay, ഞാൻ കോലാടായിരുന്നു, എന്നെ ഇടയൻ ആടായിട്ട് വിളിച്ചു, ചെമ്മരിയാടായിട്ട് വിളിച്ചു. ഓക്കെ, വിളിച്ച് എനിക്ക് ഇനി തോന്നുന്ന പോലെയൊക്കെ അങ്ങ് പോവാം. No, that's the thing. I've been called as a sheep. That doesn't mean I can go just in my own ways. ഡിസിപ്ലിൻ ലൈഫിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. You are called into a disciplined life. കോലാടിന് ഒരു നിയന്ത്രണവും ഇല്ല. The goat has got no discipline at all. ചെമ്മരിയാടിന് നിയന്ത്രണമേ ഉള്ളൂ. It goes astray. It goes its own. ചെമ്മരിയാടിന് നിയന്ത്രണമേ ഉള്ളൂ. But the sheep has got discipline. അതുകൊണ്ടാണ് ഡിസിപ്ലിൻ എന്ന വാക്ക് എഴുതിയിട്ടല്ലാതെ ഡിസൈപ്പിൾ എന്ന് എഴുതാൻ പറ്റില്ല. So unless you become you discipline yourself, you cannot become a disciple. ഡിസിപ്ലിൻ, When you write disciple, you have to first have discipline. അതാണ് ഡിസൈപ്പിൾ എന്ന് പറഞ്ഞ ആരാ? ശിഷ്യനാ. Disciple. ഡിസൈപ്പിൾ എന്ന് പറഞ്ഞ ശിഷ്യനാ. അതിൽ ആദ്യം എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സംശയമാവും, ഡിസിപ്ലിൻ ആണോ ഞാൻ എഴുതാൻ പോകുന്നത്, ഡിസൈപ്പിൾ എന്നാണോ എഴുതാൻ പോകുന്നത്? When you write disciple, but DICI, was a discipline or disciple? It starts with discipline, then becomes disciple. There we go. അതാണ്. Without discipline you can't be a disciple. Hallelujah. അതാണ് എനിക്ക് ചിട്ടയായ രീതി, അതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കോലാടിന് ഒരു നിയന്ത്രണവും ഇല്ല. See, goats have got no control. എതിലെ വേണേ നടക്കാം. It go astray. കൂട്ടിക്കയറണ്ട, It doesn't have to enter into the. ഇടത്തോട്ട് തിരിച്ചു വിടത്തില്ല. It can go anywhere. കൂദാശാ ജീവിതത്തിന്റെ ഒരാവശ്യമില്ല. You not have all those lives. കുംഭസാരത്തിന്റെ ആവശ്യമില്ല. No repentance. മാനസാന്തരത്തിന്റെ ആവശ്യമില്ല. കൺഫെഷന്റെ ആവശ്യമില്ല. സാക്രമെന്റ്സിന്റെ ഒന്നിന്റെ They ആവശ്യമില്ല. don't need any sacraments at all. പോകുന്ന പോക്കിന് ജീവിക്കുക. Go like that. പക്ഷെ ഷെപ്പേർഡിന്റെ കീഴിലെ ഷീപ്പാണോ? But you are a sheep under the control of the You have a shepherd. sacrament life. You have all these sacraments. വളരെ ചിട്ടയായ ക്രമീകൃതമായ ഒരു കൂദാശാ ജീവിതം You നിങ്ങൾക്കുണ്ടാകും. have a very, 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 very sacramental life. നയിക്കുന്ന നിയന്ത്രിക്കുന്ന ഇടയനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. You can taste and see the shepherd. കോലാടിന് ചെന്നായിയെ പേടിക്കണം. The goats have to be afraid of the wolf. എന്നാൽ ഇടയന്റെ കീഴിലുള്ള ആടിനെ ചെന്നായിയെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ആടൊറ്റക്കല്ല, ആടിന്റെ കൂടെ ഒരു ഇടയനുണ്ട്. But the sheep did not get worried about the wolves because he is not alone. ഡിസിപ്ലിൻ മാത്രമല്ല, പ്രൊട്ടക്ഷൻ കൂടെ ഉണ്ട്. Oh, that's not only discipline, there is protection also for you. അപ്പൊ ഒരു വർക്കിലൂടെ അല്ല ഇതിൽ പ്രവേശിച്ചത്, പക്ഷെ വർക്കിന് വേണ്ടിയാ പ്രവേശിച്ചത്. Hallelujah. You have not entered by your works, but once you have entered, there is a work behind it. ഞാൻ പറയട്ടെ, കോലാടെ നീ എന്നിലൊക്കെ പ്രവർത്തിച്ച് നിനക്ക് ചെമ്മരിയാടാകാൻ കഴിയുകയില്ല. To the goats cannot do any work and become a sheep. പക്ഷെ ചെമ്മരിയാടായ നിനക്ക്, But once you become a sheep, ചെമ്മരിയാടിന്റെ പൂർണ്ണതയിലേക്ക് വളരാൻ കഴിയും. if you have to grow into the fullness of that sheep. ചെമ്മരിയാടിനെ കോലാടാക്കുന്നത് അല്ലെങ്കിൽ കോലാടിനെ ചെമ്മരിയാടാക്കുന്നത് ഇടയന്റെ ജോലിയാണ്. The goats being converted into sheep and sheep
getting into the fullness. It's the job of the shepherd. ആ ഒരു പ്രോസസ് തന്നെ ഭയങ്കരമാണ്. That's a great process you have to go through. ഒരു ദിവസം കൂടെ ഒന്നും ആകത്തില്ല. No, one day you cannot become like that. കാട്ടാനെ നാട്ടാനെ ആക്കുന്ന കണ്ടിട്ടുണ്ടോ? Wild elephant you cannot make a trained elephant. In one day it's not possible. എന്ത് പ്രശ്നമാണെന്നറിയോ? ആ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ നീളത്തിലുള്ള ഒരു വടി ചാരി വെച്ചാൽ മതി, ഇത്രയും വലിയ ആന ഇതേ നിൽക്കുന്നു. After the training it becomes so tamed. നേരത്തെ കാട്ടിലൂടെ മുഴുവൻ കണ്ടിട്ടില്ലേ, മെതിച്ച് അർമാദിച്ച് നടന്നുകൊണ്ടിരുന്ന ആനയെ ഡിസിപ്ലിന്റെ കീഴിലാക്കിയച്ച് ഒരു കമ്പ് ചാരി വെച്ച് എവിടെയും പോവാൻ അവൻ അനങ്ങത്തില്ല അവിടുന്ന്. Once the wild elephant has been trained, you just put a stick over his leg, it will stand there. ഇടയ്ക്ക് മതം പൊട്ടു, അത് വേറെ കാര്യം. That's a different thing. അതുകൊണ്ടാണ് ഇടയും കൂടെ നടക്കുന്നത്. That's why the shepherd is moving along with you. ഇടയ്ക്കിടയ്ക്ക് മതം പൊട്ടും, അതാ സത്യം. ഉള്ളത് പറയുന്നതിന് എന്താ കുഴപ്പം? Yes, at times we go out of control. That's why, അതുകൊണ്ടാണ് കൂടെ നടക്കുന്ന വടിയായിട്ട്. That's why he's walking along with a stick. ഇതൊരു വലിയ പ്രോസസ്സാണ്, ഓവർ നൈറ്റ് കൊണ്ട് നടക്കുന്നതല്ല. At times he prunes you. അവിടെ നമ്മളെ മുറിക്കുന്ന തട്ടുന്നേ അല്ലേ? It may be painful. പെയിൻഫുൾ ആണ് അത്, പല അടികളും പെയിൻഫുൾ ആണ്. Yes, കുത്തും, but it's for growing, it's for growth. അത് ആ ഒരു ആസ്പെക്ട്സ് നമ്മുടെ ഉള്ളത്തിലേക്ക് എത്രത്തോളം അല്ലേ? That's a beautiful in John chapter 15 verse it is. യോഹന്നാൻ 15-ാം അധ്യായം. Yeah. If the tree, he prunes the tree. അവിടെ നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് ചെത്തി വെടിപ്പാക്കുന്നു എന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. So that you bear more fruits and the fruits will last. അധികം ഫലം കായ്ക്കേണ്ടതിനും ഫലം നിലനിൽക്കേണ്ടതിനും ചെത്തി വെടിപ്പാക്കുന്നു എന്ന് പറയും. So right now what we are doing the pruning. ഇപ്പൊ എന്നാ ചെയ്യുന്ന വചനം കേട്ടോണ്ടിരിക്കുമ്പോ ചെത്തി വെടിപ്പാക്കുക. Certain areas we need to be pruned. നമുക്ക് ചില മേഖലകളില്, എനിക്കൊക്കെ എല്ലാ മേഖലയിലും mostly we are not supposed to judge others. That area has to be pruned. വിധിക്കുന്ന ആ മേഖലയില് മുറിക്കപ്പെടണം, അത് ചെത്തി വെടിപ്പാക്കണം. Because you were a goat once time. നമ്മളെല്ലാവരും ഒരിക്കൽ കോലാടുകളായിരുന്നു. But right now we become a sheep. നമ്മളിപ്പം ചെമ്മരിയാടായി. And start catching our collar and looking at the other guy. Hey, he is a goat. കോലാടായിരുന്നു, നിനക്ക് കരുണ കിട്ടി, നിന്നെ ഇപ്പൊ ചെമ്മരിയാടാക്കി ഇടയന്റെ കീഴിൽ നടത്തുമ്പോ ചെമ്മരിയാടായ നീ അതിനെ നോക്കിട്ട് പറയുക, കരുണ കിട്ടിയ നീ എന്തുകൊണ്ട് കരുണ കൊടുക്കുന്നില്ല? അതാ ചോദ്യം. So finally it comes to the one commandment Jesus has compressed it into one. ഞാനതാ ഇപ്പൊ പറയാൻ വന്നേ. ഒറ്റ കൽപ്പനക്കകത്ത് മുഴുവൻ ന്യായപ്രമാണവും യേശു ക്രോഡീകരിച്ച് പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച നമ്മളത് പറഞ്ഞതാണ്. Love your God with all your heart, with all your mind and with all your soul. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സേവിക്കുക. He did not stop with that. അതുകൊണ്ട് അവസാനിക്കരുത്. Love your neighbor as you love yourself. നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. That is something amazing. ആ ഒരൊറ്റ കൽപ്പനക്കകത്ത്, see, once you love God, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ the love soaks inside you. ദൈവ സ്നേഹം നമ്മുടെ ഉള്ളത്തിൽ വന്ന് പിടിക്കുമ്പോൾ That love has to flow externally to the goats that are outside there. അവിടെയാണ് നമ്മുടെ ഉള്ളിൽ വന്ന സ്നേഹം കോലാടുകളിലേക്ക് നീങ്ങുന്നതും ആ സ്നേഹത്തിന്റെ സമ്മർദ്ദത്താൽ നാം പിടിക്കപ്പെടുന്നു. So that they will taste and see that the Lord is good. അവിടെ രുചി, ഈ ഒരു ആസ്പെക്ട് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് മാത്യു ചാപ്റ്റർ 24-25 പഠിപ്പിക്കാൻ പറ്റില്ല. ഈ വർക്ക് ഫാക്ടർ മാറ്റി വെച്ചിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. It's very difficult. ഈ ഒരു കാരണം നമുക്കറിയാം, ഇപ്പൊ കത്തോലിസവും അല്ലെങ്കിൽ ഇപ്പം മെയിൻ ലൈൻ ചർച്ച് സഭാ വിശ്വാസവും പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് ഫെയ്ത്തും തമ്മിലുള്ള മെയിൻ വേരിയേഷൻ ഇതാണ്. ബൈ ഫെയ്ത്ത് അലോൺ. നമുക്കറിയാം പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രം നിൽക്കുന്ന 5 പില്ലറിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലറാണ് ബൈ ഫെയ്ത്ത് അലോൺ, വിശ്വാസത്താൽ മാത്രം. The Protestant movement stands on 5 pillars and one of these is by faith alone. സോളാ ഫിഡി, അത് നമുക്കറിയാം, വിശ്വാസത്താൽ മാത്രം, faith alone. ഇവിടെ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. In this chapter we cannot prove that. ഇവിടെ പരിഗണിക്കപ്പെട്ടത് വിശ്വാസമല്ല. The faith was not considered here. ചെയ്ത പ്രവൃത്തിയാണ്. Looking at the works that you did. നീ അവന് ഉടുക്കാൻ കൊടുത്തില്ല. You did not clothe him. നീ അവന് ഉടുക്കാൻ കൊടുക്കുമെന്ന് വിശ്വസിച്ചില്ല എന്നല്ല. It's not that you believe that you will clothe him. No. നീ അവനെ ഉടുപ്പിക്കുമെന്നുള്ളത് വിശ്വസിച്ചില്ല എന്നുള്ളതല്ല. It's not that you have to believe that you have to clothe him. അവനെ പോയി കാരാഗൃഹത്തിൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല. It's not that I'll go to the prison and visit him and that I believe that. No.
ഫെയ്ത്ത് ഫാക്ടർ അല്ല അവിടെ It's വരുന്നത്. not faith alone there. നിങ്ങൾ വായിച്ചു നോക്ക്, ഞാൻ കള്ളം പറയല്ല, നിങ്ങൾ വായിച്ചു നോക്ക്. വിശുദ്ധ മത്തായി സുവിശേഷം 25-32 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്ക്. അവിടുത്തെ ഫാക്ടർ ഫെയ്ത്ത് അല്ല, നോട്ട് ബൈ ഫെയ്ത്ത് അലോൺ. From verse 31 to 46, the main theme is not faith alone. 12 വർഷങ്ങൾ ഞാൻ ഈ വചനത്തോട് മല്ലിട്ടിട്ടുണ്ട്. For 12 years I was struggling with this word. കാരണം എന്റെ ഉള്ളിൽ കയറ്റിയിരിക്കുന്ന ദൈവശാസ്ത്രമായിട്ട് എനിക്ക് യോജിച്ചു പോകുന്നില്ല. It just doesn't tally with the faith which I got into my നിങ്ങൾക്ക് mind. പലർക്കും അറിവുള്ളത് പോലെ ഇവിടെ ഈ സത്യം തുറക്കപ്പെടുകയാണ്. The truth has been opened up here. നിന്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രകടമാക്ക്. Your faith which you have, you show it through your works. Otherwise faith without works is dead. യാക്കോബ് സ്ലീഹ പറയുന്നു, വിശ്വാസം കൂടാത്ത പ്രവൃത്തി ചത്തതാണ്. Faith without പ്രവൃത്തി works is കൂടാത്ത വിശ്വാസം ചത്തതാണ്. dead. Yes, faith without works is dead. അത് ഉറപ്പാ, അതിന്റെ സംശയമൊന്നും വേണ്ട. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, ദൈവമേ, ദൈവസേവ എന്ന് പറഞ്ഞാൽ മനുഷ്യ സേവയാണ്. This is why we come to the final realization. Serving God means serving man. നിങ്ങളൊരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവിൽ ക്രിസ്ത്യാനിറ്റിയെ നോക്കിക്കാണുന്ന ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ദിസ് ഈസ് ദ ഏരിയ യു ഹാവ് ടു ബി ഇൻഫ്ലുവൻസ്ഡ്. Hallelujah. അതാണ് why we should hold the Bible, why we should preach the Bible, why we should hold the ethics of the Bible. എന്തുകൊണ്ട് നമുക്ക് ഈ ബൈബിളിനെ വിശ്വസിക്കാൻ, അതിന്റെ എത്തിക്സിനകത്ത് വിശ്വസിക്കണം? ബൈബിളിന്റെ ധാർമ്മികത സമൂഹത്തിന് മാന്യമായ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതിന്റെ ഉറപ്പെന്താണ്? What is the surety that the Bible, the ethics will make a movement in the society? ബൈബിൾ പറയുന്ന ധാർമ്മികത കൊണ്ടും സമൂഹം നന്നാവും എന്ന ഉറപ്പ്. What is the surety that the community will be blessed by? വേറെ എവിടെയാണ് ഇതുപോലെ പറഞ്ഞേക്കുന്നത്? No other book it's written like that. മനുഷ്യനെ സേവിക്കുക, Serving man. മനുഷ്യനെ ദൈവമായി കാണുക. See man as God. Small God. അവിടെ ആശയം നോക്കി. Look. നമ്മൾ പറയുന്നു ദൈവസേവ എന്ന് പറഞ്ഞാൽ നീ എന്റെ അടുത്തോട്ട് വാ. ഇവിടെ പറയും നേരെ തിരിച്ച്, ദൈവസേവ എന്ന് പറഞ്ഞാൽ അവന്റെ അടുത്തോട്ട് ചെല്ല്. Yeah, serving God means go and serve your brother. നീ എന്നെ അന്വേഷിച്ച് മലയിലോട്ട് വരാതെ, You need not come and search me for me in the mountains. എന്നെ അന്വേഷിച്ച് തെരുവിലേക്ക് ചെല്ല്. Go to the marketplace in search of me. അവിടെ എന്നാ ചെയ്യാൻ പറ്റുന്നേ? What can you do there? Hallelujah. ഇത് മാത്രമാണ് അവസാന ദിവസത്തിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത്. This is the only thing that's going to be considered the last day. Hallelujah. ഒന്നുകൂടെ പറയാം, ഇത് മാത്രമാണ്, വേറൊന്നും കർത്താവ് പറഞ്ഞില്ല. This is the only one thing that is going to be considered on the last day. നീ എത്ര വീട്ടിൽ കയറി സുവിശേഷം പറഞ്ഞു? How much houses you have visited and told the gospel? ഓക്കെ, എത്ര ലഘുലേഖ പ്രിന്റ് ചെയ്തു? അതൊക്കെ ഭയങ്കര ഈസിയാ. How much leaflets you have printed and distributed? നിങ്ങൾക്ക് Easy. 10,000 രൂപയുണ്ടെന്ന് ഇരിക്കട്ടെ, 10,000 കോപ്പി എടുത്ത് നിങ്ങൾക്ക് വിതരണം ചെയ്യാം. It's not a big deal. You can distribute 10,000 copies. That is not a big deal. ഭയങ്കര എളുപ്പമാ അത്. But this is a hard change. For this, the Hallelujah. heart need to be changed. ഇതിന് നിങ്ങളുടെ ഹൃദയം രൂപാന്തരപ്പെടണം. Heart has to be. Hallelujah. അതാ അവിടെയാ വ്യത്യാസം വരുന്നത്. Yes. ഇതില്ലാതെ പറ്റില്ല. Without that, nothing can happen. ദൈവസേവയ്ക്ക് വിശ്വാസം മതി. For serving God, faith is enough. യഥാർത്ഥ But ദൈവസേവയ്ക്ക് the real serving God, you need works. മനുഷ്യനെ സേവിക്കാൻ പോണം. You have to go and serve. ഇവനെയോ? How can I serve him? പ്രശ്നം എന്താ? ഇവനെ ആയോണ്ടാ പ്രശ്നം. That's the reason. Because of that guy. ലീസ്റ്റ് ആയോണ്ടാ പ്രശ്നം. Because he is the least. അവൻ വലിയ ആളായിരുന്നു, അവനെ സേവിക്കാൻ പുറകെ If നടക്കുവായിരുന്നു. it was a big guy, I would have served because I can get something out of him. അവനിലൂടെ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അവനെ സേവിക്കാൻ പോവായിരുന്നു. Hallelujah. കർത്താവേ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്റെ ആ കൂർമ്മ ബുദ്ധിയിൽ നിന്ന് എനിക്ക് പറയാൻ ഇഷ്ടമുള്ള, കർത്താവേ, സേവിക്കാം, പക്ഷേ എനിക്ക് ഗുണമുണ്ടാവണം. Lord, I'm prepared to serve him, but I must get a reward out of him. എനിക്ക് ഗുണമുണ്ടാവുന്നതിനെ സേവിക്കാം. If I get a reward, then I'll do it. മിനിമം എന്റെ സ്റ്റാൻഡേർഡിനൊപ്പം ഒക്കെ ഉള്ളതിനെ സേവിക്കാം. Those who are in my standard, I am prepared to serve him. No. Hallelujah. എളിയവനെ, Least. the least. The least. Oh my God. How can you love when the love is not returned?
സ്നേഹം തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെയാ സ്നേഹിക്കുന്നേ? That's the love of God. അതാ ദൈവസ്നേഹം. That was demonstrated on the cross. അതാ സ്നേഹം കുരിശിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്. Isn't it? While we were sinners, Christ നാം died for us. പാപികളായിരുന്നപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. And he demonstrated the love of God. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ പ്രദർശിപ്പിച്ചു. When you are touched by that love. ഡോക്ടറെ, ഇത് എനിക്ക് തോന്നുന്നു ഇത് നമ്മള് ഇങ്ങനെ ഒരു പ്രസംഗം കൊണ്ട് നിർത്തിയ അക്കത്തില്ല. ഇന്ന് ഡോക്ടർ എഴുതിയ ഫേസ്ബുക്കിൽ എഴുതിയ ആ മെസ്സേജ് ഒന്ന് വായിക്കാമോ? ഇത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അത് Can you read that for us? ഭയങ്കരമായിട്ട് ഞാനത് വായിച്ചപ്പോ തന്നെ ദൈവത്തെ സ്തുതിക്കാൻ ഇട വന്നു. Christ has come. ക്രിസ്തു വന്നു. He has brought the kingdom prepared for us. അവൻ ദൈവരാജ്യം നമുക്കായി ഒരുക്കി. And he is your eternal life. അവൻ നമ്മുടെ നിത്യജീവനാണ്. He is your hope. അവൻ നമ്മുടെ പ്രതീക്ഷയാണ്. He is your righteousness. അവൻ നമ്മുടെ നീതിയാണ്. He is your great shepherd. അവൻ നമ്മുടെ നല്ല ഇടയനാണ്. That's your identity. അതാണ് നമ്മുടെ വ്യക്തിത്വം. But before you were a goat, നാം മുമ്പേ കോലാടുകളായി. but in Jesus you have a new identity, sheep. യേശു ക്രിസ്തുവിൽ നമുക്കൊരു പുതിയ വ്യക്തിത്വം ലഭിച്ചിരിക്കുന്നു. അത് നാം കോലാടുകളായിരുന്നു, ഇപ്പോൾ നാം ആടുകളാണ്, ഇടയന്റെ കീഴിലെ ചെമ്മരിയാടുകൾ. You receive the compassion, mercy and grace to be a sheep. നമുക്ക് ദൈവത്തിന്റെ കരുണ ലഭിച്ചു. കരുണ കരുണയാൽ നാം ദൈവത്തിന്റെ ആടുകളായി മാറി. അവൻ നമ്മുടെ ഇടയനായി മാറി. So go into the world as a sheep and show mercy and compassion and love to, so that they can taste, so the goats can taste and see that the shepherd God is കരുണ good. ലഭിച്ച ആടേ, കോലാടുകളുടെ അടുക്കലേക്ക് പോയി അവരോട് കരുണ കാണിക്കുക. കോലാടുകൾ ഇന്ന് നിന്റെ ദൃഷ്ടിയിൽ ഇളയവരായിരിക്കാം, എളിയവരായിരിക്കാം, താഴെ കിടക്കുന്നവരായിരിക്കാം. പക്ഷേ കർത്താവ് നമ്മെ Hallelujah. That's the work. എന്റെ വേലക്കാരിയോട്, Yes. എന്റെ വീട്ടിൽ ജോലിക്ക് വന്നവനോട്, The one who is in my house. ശല്യമെന്ന് വിളിച്ച് ഞാൻ പുറത്താക്കിയവനോട്, Hallelujah. The one who has troubled you, you have left him out. ആ പുറത്താക്കിയത് യേശുവിനെ ആയിരുന്നു. You have to think, right? That the one who have left him out, he's ഞാൻ Jesus. വാഹനത്തിൽ കയറിയപ്പോൾ When I entered into a car, സഹായം ചോദിച്ചു വന്നയാൾ, someone came and asked for help. അത് യേശുവായിരുന്നു. Was it Jesus? I didn't know that. I didn't know that. എനിക്കറിയില്ലായിരുന്നു. I didn't know that. അങ്ങനെ ഒരു യേശുവിനോട് ഞാൻ അറിഞ്ഞില്ല. I didn't know that he is to come. He can come in other way. That's അങ്ങനെയാ വായിക്കുന്നത് ഇവിടെ. Emmaus. ആ വാക്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു വാക്യം. ഞാൻ ഇതിനു മുമ്പ് അത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് രാജാവ് മറുപടി പറയും. വിശുദ്ധ മത്തായി സുവിശേഷം 25:40. രാജാവ് മറുപടി പറയും, എന്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. എനിക്ക് തന്നെയാണ്. When you did this to the least of your brethren, you did it for me. Hallelujah. ചെയ്യാതിരുന്നത് എനിക്ക് തന്നെയാണ്. When you did not do that, you did not do that to me. ആ വന്നവനിൽ യേശുവിനെ കാണാൻ ഞാൻ മറന്നു. Hallelujah. Can you see Jesus in that man who came before you? എത്ര പ്രാവശ്യം നമ്മൾ യേശുവിനെ മിസ് ചെയ്തു. How many times we have missed Jesus through like that situations in life? രൂപക്കൂട്ടിലിരിക്കുന്ന യേശുവിനെ മിസ് ചെയ്ത കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. It's not the Jesus you see. കുരിശിലുള്ള യേശുവിനെ മിസ് ചെയ്ത കാര്യമല്ല ഞാൻ പറയുന്നത്. It's not the Jesus you see on the cross. കൽക്കട്ടയുടെ തെരുവിലൂടെ നമുക്കറിയാം, ഹൗറ സ്റ്റേഷനിൽ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അത് ഒരുപാട് ഡെവലപ്ഡ് ആണ്. എന്നാൽ ഈ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് കൽക്കട്ടയുടെ തെരുവിലൂടെ അനാഥ കുഞ്ഞുങ്ങളെ തപ്പി കുഷ്ഠരോഗികളുടെ കുഷ്ഠത്തെ കഴുകി ആ മക്കളെ വാരി ചുംബിക്കുവാൻ മദർ തെരേസയെ പ്രേരിപ്പിച്ചത് ആ അനാഥ കുഞ്ഞുങ്ങളുടെ മുഖത്ത് അവർ ഈശോയുടെ മുഖമാണ് കണ്ടത്. Hallelujah. What was the one thing that motivated Mother Teresa to go into the Howrah station, that then look for the orphan children and also the lepers and take care of them? Because she saw Jesus in their faces. ഞാൻ കൽക്കട്ടയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. I've gone many times to Calcutta. ഇന്ന് അവിടുത്തെ ഡം റെയിൽവേ സ്റ്റേഷനിലോ ബിഹാലയിലോ ഹൗറ സ്റ്റേഷനിലോ ഒന്നും പോയാൽ നമുക്ക് അന്നവരായിരുന്ന പരിതസ്ഥിതി മനസ്സിലാവും. With every situation, every environment has all changed. We cannot see that those times there. നല്ല ബുക്കുകളിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ ദൈവമേ, ആ വിശുദ്ധ ഈ തലത്തിൽ എത്തിയത് എത്ര മുമ്പേ എത്തി.
Hallelujah. How much she has suffered for to express the love of God and show the kindness of God to people so that she could reach this height. വാരി ചുംബിക്കുകയാണ് ആ കുഞ്ഞുങ്ങൾ, അനാഥരെ വാരി ചുംബിക്കുകയാണ്. Just imagine she embracing and kissing the orphans and the lepers. അവരുടെ മുഖം കാണുകയാണ്. What she saw on the face. ഞാൻ ചിന്തിക്കുകയാണ്, അവർ കണ്ടത് ആ കുഷ്ഠരോഗികളുടെ മുഖം. ഇന്ന് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ദൃഢമായ ഉറപ്പ് ഇന്ന് ഉണ്ടാകണം. എന്റെ കർത്താവേ, എന്റെ മുമ്പിൽ വരുന്ന ഒരെളിയവനെ പോലും ഇനി വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. വിട്ടുകളയാതിരിക്കണമെങ്കിൽ അവരിൽ കർത്താവിനെ കാണുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവിക ദർശനം നമ്മൾ സ്വീകരിക്കണം. After listening to the message today, when you go back, when someone comes before you, you should not leave them, because you have to see Jesus in them and then do things which you have. ഏറ്റവും വലിയ കൃപ അതാണ്. That's the greatest grace. എന്റെ മുമ്പിൽ വന്ന എളിയവനിൽ യേശുവിനെ കാണുക. Whoever comes in before you, let him be the least, see Jesus in him. ഒന്നുകൂടെ ആവർത്തിക്കാം. എന്റെ മുമ്പിൽ വന്ന എളിയവനിൽ, the least who comes before you, യേശുവിനെ ദർശിക്കുക. begin to see Jesus in him. ദൈവത്തെ കാണുക. Begin to see God in him. അവനെ കാണുകയല്ല, Not you are seeing him. അവന്റെ സാഹചര്യത്തെ കാണുകയല്ല, It's not seeing his അവനിൽ situation. യേശുവിനെ കാണുക. You are seeing Jesus in അവൻ him. എത്ര എളിയവനായിക്കോട്ടെ, He may be the least. അവനിൽ യേശുവിനെ Begin കാണുക. to see Jesus in ഇതിനു him. വേണ്ടിയുള്ള കൃപയാണ് ഏറ്റവും വലിയ കൃപ. That's the greatest grace that you have നിങ്ങൾ received. രോഗശാന്തി വരമുള്ളവരായിരിക്കാം. You may have a healing gift. നിങ്ങൾക്ക് ഭൂതാച്ഛാടനത്തിന് വേണ്ടിയുള്ള വലിയ You may കൃപയുണ്ടായേക്കാം. have a gifts to cast out demons. നിങ്ങൾ വലിയ വീര്യപ്രവർത്തികളെ ചെയ്യുന്ന You ശുശ്രൂഷകരായിരിക്കാം. may be a servant who's doing mighty works. ഏറ്റവും വലിയ കൃപാവരം ഞാൻ പറയട്ടെ, The greatest gift. ഏറ്റവും വലിയ ദാനം എന്താന്ന് The പറയട്ടെ, greatest gift. എന്റെ മുമ്പിൽ വന്ന എളിയവനിൽ ഈശോയെ ദർശിക്കുന്നതിനപ്പുറത്ത് ഒരു വലിയ കൃപയില്ല. The greatest gift is you seeing the least who comes before you, seeing Jesus in him. യേശു വന്നപ്പോൾ അതാണ് കണ്ടത്. When Jesus came, he saw this. ഭർത്തിമായി എവിടെ കിടക്കുന്നു, യേശു അവിടെ നിൽക്കുന്നു. Look at where was Bartimaeus and where was Jesus? ഭർത്തിമായി എവിടെ കിടക്കുന്നേ? Where was she? കുരുടനായ അന്ധനായ ഭർത്തിമായി എവിടെ കിടക്കുന്നു, യേശു എവിടെയാണ് Where was നിൽക്കുന്നത്? the blind man and where was Jesus? ദൈവത്തിന്റെ പുത്രനായ യേശുവും വഴിയരികിൽ കിടക്കുന്ന ഭർത്തിമായും തമ്മിൽ എത്ര അന്തരമുണ്ട്. See the difference of the Son of God who is standing here and Bartimaeus who is lying on the. അവന്റെ വിളിയുടെ മുമ്പിൽ ദാവീദ് പുത്രനായ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്നുള്ള ആവർത്തിച്ചുള്ള വിളിയുടെ മുമ്പിൽ യേശുവിനെ നിർത്തിയതും യേശു ദർശിച്ചതും ഭർത്തിമായിൽ പിതാവിന്റെ മുഖമാണ്. But one cry, oh, the Son of David, have mercy on him. What Jesus saw, God in him. അതാണ് ദൈവപുത്രന്റെ മഹത്വം. That is the Son of God. അതാണ് നമ്മുടെ ഈ മഹത്വം. That is the same glory you and have. ഭർത്തിമായിൽ ദൈവത്തിന്റെ മുഖം കാണാൻ ദൈവപുത്രന് കഴിഞ്ഞു. അതാണ് ദൈവപുത്രൻ. If the Son of God could see the glory of God in Bartimaeus, that is, you have to be like that. നമ്മുടെ ചുറ്റുപാടിലും ഉണ്ട് The ഭർത്തിമായിമാരെ. Lord of Bartimaeus around your situations. നമ്മൾ ഭർത്തിമായി കണ്ടിട്ടുണ്ട്. We have seen many Bartimaeus. പല സന്ദർഭങ്ങളിൽ ഇവിടുന്ന് എഴുന്നേറ്റ് പോടാന്നും പറഞ്ഞിട്ടുണ്ട്. But anytime you have told them to get out, go move away from here. ഭർത്തിമായിൽ യേശുവിനെ കണ്ടാൽ എഴുന്നേറ്റ് പോകാൻ പറയുമോ? If you see Jesus in Bartimaeus, will you see him? അവനൊരു ഷെൽട്ടർ ഒരുക്കാനേ ശ്രമിക്കും. You will always try to build a shelter for him. അവനില്ലാത്തത് എന്തോ അതെനിക്ക് കൊടുക്കണം. What he does not have, you will try to give it to him. അവനില്ലാത്തത് എന്തോ എനിക്കത് കൊടുക്കണം. What he doesn't have, I will always try to give him. ഇവിടെ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത്. That's the real Christian life starts. എന്റെ കൂടെ പ്രാർത്ഥിക്കാം. Come on, let's pray together. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. Let's pray together. ഭയങ്കരമായ ഒരു പ്രാർത്ഥന ഇന്ന് പ്രാർത്ഥിക്കാം. Hallelujah. എന്നാന്നറിയോ പ്രാർത്ഥിക്കണ്ടേ? എന്റെ കർത്താവേ, എന്റെ മുമ്പിൽ വരുന്നവരിൽ എളിയവനെ കാണാനുള്ള, എളിയവനിൽ യേശുവിന്റെ മുഖത്തെ കാണാൻ വേണ്ടിയുള്ള കൃപ. Let us pray for the grace. Lord, if anyone come, let it be the least. Help me to see Jesus in him. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Hallelujah. കർത്താവേ, ഇന്ന് ലോകമെമ്പാടും ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം ആയിരിക്കുന്ന All those who are എല്ലാവരെയും watching us throughout the world. ഇതൊരു സാധാരണ സന്ദേശമല്ലല്ലോ. It's not an ordinary message. ഇത് ഞങ്ങളിലൂടെ ഒരു സമൂഹത്തെ ദൈവം പണിയുകയാണല്ലോ. It's God is preparing a community through എന്റെ us. കർത്താവേ, ഈ വചനം എല്ലാ മക്കളിലേക്ക് ഇപ്പൊ വ്യാപരിക്കണം. Let this message go into each and every one. അഭിഷേകം വ്യാപരിക്കണം. Let the anointing move with us. ജീവന്റെ ശക്തി വ്യാപരിക്കണം. Let the power of life move in ഈ us. സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Right now we pray, Lord. കർത്താവേ, ഞങ്ങൾ ഒരുപാട് തവണ യേശുവിനെ മിസ് ചെയ്തിട്ടുണ്ട്. Lord, many times we have missed you.
യേശുവിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. We have left Jesus on the way. ഞങ്ങൾക്ക് പിതാവ് ഒരുക്കിയ നിത്യരാജ്യത്തിലേക്ക് പോകണം. We want to enter into the kingdom the Father has prepared ഞങ്ങൾക്ക് for us. നിത്യ ശിക്ഷാവിധിയിലേക്ക് പോകണ്ട. We don't want to go into the eternal ഈ judgment. കേൾക്കുന്ന ആർക്കും അഗതി വരരുത്. None of them should go for that. എല്ലാവരും പിതാവ് ഒരുക്കിയ നിത്യരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് പോകണം. Everyone should enter into the joy of the ദൈവത്തിന്റെ kingdom. ഹൃദയത്തിലെ ആഗ്രഹം അതാണ്. That's the heart of the Father. കർത്താവേ, എല്ലാ മക്കളോടും ഇടപെടണം. Hello, deal with each and every ഈ children. സമയത്ത് തന്നെ ഇടപെടണം. Right now, deal with them. ഭയങ്കരമായ വചനത്തിന്റെ ശക്തി Let the വ്യാപരിക്കും. power of this word move into them. ഈശോയുടെ പിതാവ് സഹനത്തിലൂടെ ഞങ്ങളുടെ ദർശനം തന്നെ മാറട്ടെ. Hallelujah. When we see the പ്രത്യേകിച്ച് sufferings, രോഗികളായ മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് we പ്രാർത്ഥിക്കും. pray for each and every one of them. അവരുടെ രോഗമുള്ള ഇടത്തേക്ക് കൈ അമർത്തി വെക്കുമ്പോ When they place their hands on the sick areas of their body. സിസ്റ്റർ ഷേർലിയെ ന്യൂസിലാൻഡിൽ ഫോണിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമാക്കി അതേ അഭിഷേകം ഇപ്പോൾ തന്നെ The വ്യാപിക്കും. same anointing that heals Sister Cicely. രോഗികൾ സുഖമാവട്ടെ. Let the sick be healed. അത്ഭുത സ്പർശനം ഉണ്ടാവട്ടെ. Miraculous touch. നിത്യജീവന്റെ ഉറവിടമേ ആരാധന. Hallelujah. We worship you, Lord. നന്മയുടെ ആധാരമേ അങ്ങേ സ്തുതിക്കുന്നു. Oh, we worship you, Lord. നിന്റെ മക്കളെ തൊടണമേ. Touch your children തല മുതൽ പാദം വരെ from the head to the toes. അവരുടെ ശരീര രോഗമുള്ള ഭാഗങ്ങളിലേക്ക് അവർ കൈ അമർത്തുമ്പോൾ അങ്ങയുടെ കൈ തന്നെ ഇപ്പൊ ഇറങ്ങി Let your own hand touch and heal every part, Lord. സുഖപ്പെടുത്തണമേ. Thank you for healing them. അത്ഭുതം ചെയ്യണമേ. Let there be a miracle, Lord. അപവാദ കണികളിൽ നിന്ന് ഉദ്ധരിക്കണമേ. Hallelujah. Those who are in ആക്ഷേപങ്ങളിൽ condemnation, നിന്ന് രക്ഷിക്കണമേ. relieve them from all condemnation, സങ്കടങ്ങളിൽ നിന്ന് കരകയറ്റണമേ. from all sorrows of life. സഹനത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ Give പകരണം. them the grace to move in perseverance and മക്കൾക്ക് വേണ്ടി patience. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, For all those who are praying for the children, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന and മക്കൾ, also for their parents. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. Right now we commit each and every വിവാഹ one. തടസ്സങ്ങൾ മാറിപ്പോട്ടെ. All hindrance to marriage. ഉദര രോഗങ്ങൾ ഈ സമയത്ത് സൗഖ്യമാവട്ടെ. All gastrointestinal problems be healed. ആ ബ്ലീഡിങ്ങുകൾ സ്റ്റോപ്പ് ആവട്ടെ. Let the bleedings be stopped. ഫൈബ്രോയിഡുകൾ The അപ്രത്യക്ഷമാവട്ടെ. fibroids disappear. ട്യൂമറുകൾ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മാറിപ്പോട്ടെ. Let the tumors disappear because of the holy sign of the cross. മൈഗ്രെയിനുകൾ വിട്ടുമാറട്ടെ. Let the migraines leave. സമാധാനം Let വ്യാപരിക്കട്ടെ. the peace surpass. ശാന്തി വ്യാപരിക്കട്ടെ. Peace and life. വസ്തു വിഷയങ്ങളുടെ ചുരുളുകൾ അഴിയട്ടെ. Hallelujah. ഷെയറുകളുടെ വിഷയങ്ങൾ മാറിപ്പോട്ടെ. Hallelujah. പ്രാരാബ്ധങ്ങൾ മാറിപ്പോട്ടെ. കടഭാരങ്ങൾ മാറിപ്പോട്ടെ. കടഭാരങ്ങൾ മാറിപ്പോട്ടെ. ഇംഗ്ലീഷ് കമാൻഡ് ചെയ്തിട്ട് കടഭാരങ്ങൾ മാറിപ്പോട്ടെ. Let all the bondages of debt be broken off. ഫിനാൻഷ്യൽ ക്രൈസിസ് ബി ബ്രോക്കൻ ഔട്ട്. Hallelujah. എല്ലാ The കടഭാരങ്ങളും mighty പൊട്ടി name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. The mighty name of Jesus. കഴുത്തെല്ലുകളിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ സുഖം Let പ്രാപിക്കും. the neck problems be healed right now. നട്ടെല്ലുകൾ സുഖം പ്രാപിക്കും. Let the back pains be leave right now. ഡിപ്രഷനുകൾ വിട്ടൊഴിയട്ടെ. Let all depressions leave right now. വിശുദ്ധ കുരിശിന്റെ അടയാളം In the sign of the cross. മോചനവും സ്വാതന്ത്ര്യവും പ്രാപിക്കട്ടെ. Let there be freedom. വിശുദ്ധന്മാരുടെ മാധ്യസ്ഥത്തിന്റെ ശക്തിയെ സ്വീകരിക്കുന്നു. Hallelujah. We receive the communion of the holy saints. പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയെ And സ്വീകരിക്കുന്നു. also the communion of the mother. രക്തസാക്ഷികളുടെ വിശ്വാസത്തെ സ്വീകരിക്കുന്നു. All the faith of the martyrs. ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെയും ഐശ്വര്യത്തെ All സ്വീകരിക്കുന്നു. the service has been conducted throughout the world. The mass. കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം എല്ലാവരോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും 25-ാം തീയതി വരെ സ്പെഷ്യൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1 മുതലുള്ള അധ്യായങ്ങളുടെ സ്പെഷ്യൽ ബൈബിൾ ക്ലാസ്സിന് രജിസ്ട്രേഷന് അവസരമുണ്ട്. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന 8589039039 നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കുക. ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുവാനുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. 2 ദിവസങ്ങളുടെ അവശേഷിക്കുന്നു. രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുകയാണ്. 450-ലധികം ആൾക്കാർ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 50 പേർ കൂടെയുള്ള അവസരം 2 ദിവസത്തിനകത്തുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കിട്ടുന്നവർ ഇപ്പോൾ തന്നെ ആ നമ്പർ എഴുതി വെക്കുക. 8589039039. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വളരെ അപഗ്രഥിച്ചുള്ള പഠനം ആഴ്ചയില് എത്ര ദിവസം? ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച
കിട്ടുന്നു. ലൈവിൽ പങ്കെടുക്കാൻ കഴിയുന്നവർക്ക് ലൈവിൽ പങ്കെടുക്കാം. വൈകുന്നേരം 7:30 അല്ലേ, 7 to 8:30, 7 മണി മുതൽ 8:30 വരെയാണ് ശുശ്രൂഷകൾ ലൈവിൽ ലഭിക്കുക. ലൈവിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് അൺലിസ്റ്റഡ് ആയിട്ടുള്ള ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ അതിൽ പങ്കെടുക്കാൻ കഴിയും. ഈ വീഡിയോകളൊന്നും യൂട്യൂബിൽ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടവർ ആ തീവ്രതയോടെ അതിൽ പങ്കെടുക്കുവാനായിട്ട് വിശേഷിച്ച് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓർക്കുക, ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനലിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടോ? വാട്സാപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങളെ അയക്കാം. 9847389389. വീണ്ടും ഈ ശുശ്രൂഷയിൽ നാം ഒരുമിച്ച് കാണുമ്പോഴേയും പിതാവിന്റെ സ്നേഹത്തിന്റെയും പുത്രന്റെ കൃപയുടെയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുടെയും സർവ്വസമൃദ്ധി നാം എല്ലാവരോടും കൂടെ. ആമേൻ.